ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണല്ലോ. കർത്താവിന് മഹത്വം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ അതിൻ്റെ പെട്ടെന്ന് പറഞ്ഞു പോകാം. യേശു കടൽ തീരത്ത് പഠിപ്പിക്കുവാനിരിക്കുകയാണ്. അപ്പോൾ അവൻ ശിമയോന്റെ വള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ ആ വള്ളത്തിൽ കയറിയിരുന്നവരെ പഠിപ്പിച്ചു തുടങ്ങി. പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് യേശു പറയുന്ന ഒരു ഭാഗം ഇതാണ്. അതിൻ്റെ 4-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക, മീൻ പിടിക്കാനായിട്ട്. ഇതിന്റെ ഇതിവൃത്തം നമുക്ക് നന്നായിട്ട് അറിയാം. രാത്രി മുഴുവൻ പത്രോസും ശിമയോനും കൂട്ടുകാരും അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. അവർ തളർന്നിരിക്കുകയാണ്. അവർ വല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് യേശു ശിമയോന്റെ വള്ളത്തിൽ കയറിയിരുന്ന് പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടാതിരുന്ന അവന്റെ വള്ളം കർത്താവ് നിറയ്ക്കുവാൻ പോകുന്ന ഒരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. എന്റെ പുറകുവശത്ത് ഒരു കടലാണ്, അറബിക്കടലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ കുറെ മത്സ്യബന്ധന വള്ളങ്ങൾ കിടപ്പുണ്ട്. സാധാരണ രീതിയിൽ ഇവിടെ കിടക്കുന്ന ഈ തരത്തിലുള്ള വള്ളങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മീനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. സാധാരണ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. ചിലപ്പോൾ നമുക്കൊന്ന് ട്യൂണ വരെയൊക്കെ കിട്ടിയെന്നിരിക്കാം, ചിലപ്പോൾ ഷാർക്കൊക്കെ കിട്ടുമായിരിക്കാം. അത് കാര്യം, ഈ മത്സ്യബന്ധന വള്ളങ്ങളും ഈ ഉപകരണങ്ങളും കൊണ്ട് പിടിക്കുവാൻ കിട്ടുന്ന മത്സ്യത്തിന്റെ അളവിനൊരു പരിധിയുണ്ട്, വലിപ്പത്തിനൊരു പരിധിയുണ്ട്, ഇവർക്ക് പിടിക്കാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. എന്നാൽ കുറച്ചുകൂടെ വലിയ ഒരു ഹാർബറിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കുറെ കൂടെ വലിയ ബോട്ടുകൾ, വലിയ ഫിഷിംഗ് ബോട്ടുകൾ നമ്മൾ കാണും. ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 1-2 മാസങ്ങൾ കടലിൽ കിടന്നുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്ന വലിയ ഫിഷിംഗ് ബോട്ടുകളുണ്ട്. ആ ബോട്ടുകൾക്ക് പിടിക്കുവാൻ പറ്റുന്ന മത്സ്യത്തിന്റെ അളവിനും വലിപ്പത്തിനും കുറെ കൂടി വ്യത്യാസമുണ്ട്. സാധാരണ മത്സ്യബന്ധന ഉപകരണങ്ങളെക്കാളും വള്ളങ്ങളെക്കാളും വളരെ കൂടുതൽ, വളരെ വലിയവ ഇവയ്ക്ക് പിടിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീക കപ്പാസിറ്റിയും ഇതുപോലെ ആയിരിക്കണം. ഈ കടലെന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ചെറിയ ബോട്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ ചെറിയ കുറച്ച് മീനുകൾ വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് പിടിക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ ആത്മീക കപ്പാസിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് വലിയ ഈ കടലിന്റെ ആഴങ്ങളിലേക്ക് വലയിറക്കുന്നത് പോലെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക്, ദൈവിക വെളിപാടുകളിലേക്ക് നമ്മൾ വലയിറക്കണം. നമ്മൾ ചെറിയ മീനുകളെ പിടിക്കേണ്ടവരല്ല, ആത്മീക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടവരാണ്. സ്വർഗീയ വെളിപാടുകൾ മനസ്സിലാക്കേണ്ടവരാണ്. ആ വെളിപാടിൽ നമ്മൾ ജീവിക്കേണ്ടവരാണ്. നമ്മൾ ഈ കടൽ കാണുന്നത് പോലെ തന്നെ ഇത് കുറച്ചുകൂടെ ചെന്ന് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഉൾക്കടലിലേക്ക്, ആഴക്കടലിലേക്ക് എങ്ങോട്ട് പോകും. അപ്പോൾ ഈ കാണുന്ന പോലുള്ള ചെറിയ മത്സ്യങ്ങൾ മാത്രമല്ല ഉള്ളത്, വലിയ തിമിംഗലങ്ങളുണ്ട്, വലിയ ഷാർക്കുകളുണ്ട്. ഇതുവരെ മനുഷ്യന് കണ്ടെത്താൻ പറ്റാത്ത പല ജലജീവികളും ഇപ്പോഴും ഈ കടലത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആത്മമണ്ഡലം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കാണുന്ന സാധാരണ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ, നമ്മുടെ ടിപ്പിക്കൽ പ്രാർത്ഥനയിൽ ഒതുങ്ങേണ്ടതല്ല നമ്മുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത്. ഒരു സാധാരണ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത്, ഒരു സാധാരണ നമ്മൾ ദിവസവും ചൊല്ലിപ്പോകുന്ന പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് ഒതുങ്ങേണ്ടതല്ല നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. നമ്മുടെ ആത്മീക ജീവിതം അങ്ങനെയല്ല ആയിരിക്കേണ്ടത്. ആത്മീയത എന്ന് പറയുന്നത് ഒരു വലിയ സമുദ്രത്തെക്കാൾ വലുതാണ്. അവിടെ ആത്മമണ്ഡലത്തിനകത്ത് ആത്മീക ജീവികളുണ്ട്, സ്പിരിച്വൽ ബീയിങ്സ് ഉണ്ട്. ജീവികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ ചെറിയ ചെറിയ മൃഗങ്ങളെ സങ്കല്പിക്കരുത്. വലിയ സ്പിരിച്വൽ ബീയിങ്സ് ഉണ്ട്. വലിയ ജിഗാന്റിക്കായ, വലിയ ഭീമാകാരന്മായ ദൈവദൂതന്മാരുണ്ട്. ദൈവദൂതന്മാർ തന്നെ പല റാങ്കിങ്ങിലുള്ളവരുണ്ട്. അവരുമായിട്ടൊക്കെ നമുക്ക് സമ്പർക്കം ഉണ്ടാകണം. അതുപോലെ ആത്മമണ്ഡലത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. നമ്മുടെ റാങ്കിങ് നമുക്ക് വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ആഴങ്ങളിലേക്ക്, കടലിന്റെ ആഴങ്ങളിലേക്ക് വലയിറക്കുന്നത് പോലെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക്, സ്വർഗീയ വെളിപാടുകളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് വലയിറക്കാം. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ സീസൺ നമ്മൾ ആരംഭിക്കുകയാണ്. ആ സീരീസിന്റെ പേര് ഇതാണ്: ക്രൈസ്റ്റ് മെന്റാലിറ്റി, അതായത് ക്രിസ്തുവിന്റെ മനോഭാവം. യേശു ഭൂമിയിൽ എന്തിനു വന്നു? അവൻ എന്താണ് ചെയ്തത്? അവന്റെ ജോലി എന്തായിരുന്നു? അവന്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു? അവന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അവന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവന്റെ പ്രവർത്തന മേഖലകൾ എങ്ങനെയായിരുന്നു? അവൻ എന്താണ് ചെയ്ത് തീർത്തത്? ആ ചെയ്ത് തീർക്കുന്നതിനിടയ്ക്ക് അവന്റെ മനോഭാവം എന്തായിരുന്നു? ക്രിസ്തുവിന്റെ മനോഭാവത്തെ കുറിച്ചുള്ള ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ക്രൈസ്റ്റ് മെന്റാലിറ്റി. വരുന്ന നാളുകളിൽ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, ക്രിസ്തുവിന്റെ മനോഭാവത്തെ മനസ്സിലാക്കുവാൻ, ഒരു യഥാർത്ഥ ആത്മീക പൈതലായല്ല, ഒരാത്മീക ബലവാനായി, ശക്തനായി, ആത്മാവിൽ ശക്തിപ്പെട്ട ഒരു കുഞ്ഞിനെ പോലെയല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇപ്പോഴും പാല് മാത്രം കുടിക്കാൻ വൈദഗ്ധ്യമുള്ളവരാണോ? നിങ്ങൾക്ക് കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാൻ, നമ്മുടെ ആത്മീക ശരീരത്തെ ദൈവം വളർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആത്മീക ഭക്ഷണം കഴിച്ചുകൊണ്ട്, ആത്മീക അവയവങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ട് ആത്മാവിൽ മല്ലന്മാരായി വളർന്നു വരുവാൻ, അങ്ങനെ നമുക്കെതിരെ വന്നിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെ തകർക്കുവാൻ, വെളിപാടുകളിൽ ജീവിക്കുവാൻ, ആഴങ്ങളിലേക്ക് വലയിറക്കി വലിയവ പിടിക്കുവാൻ,
ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് വലിയ സ്വർഗീയ രഹസ്യങ്ങൾ സ്വീകരിക്കുവാൻ, ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ ജീവിക്കുവാൻ ഒരു പുതിയ സീസണിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സീസൺ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ, അഭിവൃദ്ധിയുടെ, നീ ഇതുവരെ നിന്നെ തടഞ്ഞു നിർത്തിയ സകല തിന്മകളിൽ നിന്നുമുള്ള നിന്റെ ജയത്തിന്റെ ഒരു സീസൺ ഇവിടെ ആരംഭിക്കുകയാണ്. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളെ ഈ നിമിഷം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഇവരുടെ സകല പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഇവരെ തിന്മയിലേക്ക് നയിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന, അടിമത്തത്തിലേക്ക് നയിക്കുന്ന പൈശാചിക ശാപങ്ങളിൽ നിന്ന്, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് നിന്റെ മക്കൾ പരിപൂർണമായി വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തം ഈ നിമിഷം നിന്റെ മക്കൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണമേറിയ വാഗ്ദാനം ചെയ്യുന്ന യേശുവിന്റെ രക്തം ഇന്നു മുതൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അവകാശം പറയട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ക്ലെയിം ഇവരുടെ മേൽ വീഴട്ടെ. ആത്മീക മല്ലന്മാരായി അവിടുത്തെ മക്കൾ വളർന്നു വരട്ടെ. എല്ലാവിധത്തിലുള്ള പീഡകളിൽ നിന്നും മോചിതരായി ദൈവിക അധികാരത്തോടെ ജീവിക്കുവാൻ നിന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്നും വളർത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.